അടുത്ത ടോപ്പിക്കായിട്ട് നമുക്കുള്ളത് റിക്കർഷൻ ആണ്. അതായത് ഈ റിക്കർഷൻ എന്താണെന്ന് വെച്ചാൽ ഇത് ഫംഗ്ഷൻ ഇറ്റ്സ് കോൾ ഇറ്റ് സെൽഫ്. അതായത് ഒരു ഫംഗ്ഷൻ ആ ഫംഗ്ഷനെ തന്നെ കോൾ ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു ഫംഗ്ഷനെ വിളിക്കുന്ന പേരാണ് റിക്കർഷൻ. അതായത് ഒരു ഫംഗ്ഷൻ ആ ഫംഗ്ഷനെ തന്നെ കോൾ ചെയ്തുകൊണ്ടിരിക്കുക അൺടിൽ ഇറ്റ്സ് റീച്ച് സ്റ്റോപ്പിംഗ് കണ്ടീഷൻ. അതായത് എന്തോ കണ്ടീഷൻ വെച്ച് സ്റ്റോപ്പ് ചെയ്യുന്നവരാ ആ ഒരു ഫംഗ്ഷനെ കോൾ ചെയ്തുകൊണ്ടിരിക്കുക. അതാണ് ഈ ഒരു റിക്കർഷൻ എന്ന് പറയുക. അത് ഇങ്ങനെ കോഡ് ചെയ്യുന്നത് ജസ്റ്റ് പറഞ്ഞുതരാം. റിക്കർഷൻ ബേസ് ആയിട്ട് ഞാൻ ഒരു കോഡ് ഇവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അതായത് ഇത് എന്തിന്റെ കോഡാണെന്ന് വെച്ചാൽ നമുക്ക് 5 4 3 2 1 അതായത് നമ്മൾ കൗണ്ട് ചെയ്യില്ലേ, ആ കൗണ്ട് ചെയ്യുന്നതിന്റെ ഒരു കോഡാണ് ഞാൻ ഇവിടെ ചെയ്ത് വെച്ചിട്ടുള്ളത്. ഓക്കെ, അതായത് റിക്കർഷൻ യൂസ് ചെയ്തിട്ട് ഇവിടെ എന്ത് ചെയ്ത് 5 നമ്മൾ സ്റ്റാർട്ടിലേക്ക് വാങ്ങിയിട്ടുണ്ട്, സ്റ്റാർട്ടിൻ്റെ അകത്ത് കൊടുത്തു വിട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ റിസീവ് ചെയ്തിട്ടുണ്ട്. അതായത് ഇതിന് വിളിക്കുന്ന പേര് ആർഗ്യുമെന്റ്. ഓക്കെ, ഇത് പാരാമീറ്റർ. ഓക്കെ, പാരാമീറ്റർ ആയിട്ട് റിസീവ് ചെയ്തിട്ടുണ്ട്. n എന്ന് പറഞ്ഞിട്ടൊരു വേരിയബിൾ ആണ്. ഇവിടെ ഒരു ഈഫ് കണ്ടീഷൻ്റെ അകത്ത് ഒരു കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അതായത് ഈഫ് ലെസ് ദാൻ 0, അതായത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 ആണെങ്കിൽ റിട്ടേൺ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അതായത് 0ൽ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് 0 അല്ലെങ്കിൽ n 0 അല്ലെങ്കിൽ അത് ചെറുതുമാണെങ്കിൽ എന്ത് ചെയ്യണം, ഈ ഒരു റിട്ടേൺ ചെയ്യണം. ഇവിടെ നമ്മൾ സ്റ്റേറ്റ്മെന്റ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ള ബ്ലോക്ക് കൊടുത്തിട്ടില്ല. അതിനർത്ഥം ഈ ഒരു 1 ലൈൻ കോഡ് മാത്രമേ ഈ ഒരു ഈഫിൻ്റെ ഉള്ളിലുള്ളൂ. ഇനി അങ്ങനെ എല്ലാ കേസ്, അതായത് n 0 അല്ല, അപ്പം അതിനെക്കാട്ടിയും കൂടുതലാണെങ്കിൽ എന്ത് ചെയ്യണം, ആ n ഇവിടെ പ്രിന്റ് ചെയ്യണം. കാരണം 5 4 അങ്ങനെ പ്രിന്റ് ചെയ്ത് കാണിക്കണ്ടേ, അതിന് വേണ്ടിയിട്ട് ഇവിടെ n പ്രിന്റ് ചെയ്ത് കാണിക്കുന്നുണ്ട്, ന്യൂ ലൈൻ കൊടുക്കുന്നുണ്ട്. ഓക്കെ, അടുത്ത ലൈനിലേക്ക് വരാൻ വേണ്ടിയിട്ട് /n. ഓക്കെ, ഇനി ഇവിടെ എന്ത് ചെയ്യുന്നു, ഈ ഒരു ഫംഗ്ഷനെ കോൾ ചെയ്യുന്നു. അതായത് ഈ ഒരു ഫംഗ്ഷൻ ആ ഒരു ഫംഗ്ഷനെ തന്നെ കോൾ ചെയ്തു. എന്നിട്ട് എന്താ പാസ് ചെയ്ത് എന്നിന് പകരം ഈ എന്നിൽ കിട്ടുന്ന വാല്യൂ എന്താണോ അതിൽ കുറച്ചിട്ടുള്ള വാല്യൂ പാസ് ചെയ്ത്. അതായത് എന്നിൽ ആദ്യം വരുന്നത് 5 ആണെങ്കിൽ ഇവിടെ പാസ് ചെയ്യുന്നത് 4 പാസ് ചെയ്യുമ്പോൾ എന്ത് പറ്റും, വീണ്ടും ഇവിടെ ഇൻറ്റ് 4 വരും. അതായത് n 4 വരും. ഇവിടെ ഇത് ചെക്ക് ചെയ്യും, അത് പോവില്ല. പിന്നെയും ഇവിടെ വരും 4 പ്രിന്റ് ചെയ്യും. പിന്നെയും ഇവിടെ എത്തും. അതായത് കൗണ്ട് ഡൗൺ എന്ന് പറഞ്ഞിട്ടുള്ള ഫംഗ്ഷൻ പിന്നെ ഒന്നും കൂടി മൈനസ് ചെയ്യും, 3 ആവും. അതായത് എൻ്റെ ഈ വീണ്ടും ആർഗ്യുമെന്റ് പാസ് ചെയ്യുക 3 ആണ്. വീണ്ടും എന്ത് വരും, ഈ ഒരു ഫംഗ്ഷനിലേക്ക് എത്തും. എന്ത് ചെയ്യും, n 3 ആണ്, ഇത് വർക്കാവില്ല. വീണ്ടും എന്ത് ചെയ്യും, n 3 ആവും. ആ 3യുടെ പ്രിന്റ് ചെയ്തിട്ട് എന്ത് വരും, വീണ്ടും ഇതിൻ്റെ അകത്ത് വരും. അപ്പം 3 - 1 എന്ന് വെച്ചാൽ 2. വീണ്ടും എന്ത് പാസ് ചെയ്യും, ഈ ഒരു കോഡ് തന്നെ വർക്ക് ചെയ്യും. അതായത് 2 ആർഗ്യുമെന്റ് ആയിട്ട് 2 വരും. വീണ്ടും ഈ ഒരു കേസ് ചെക്ക് ചെയ്യും, വീണ്ടും അത് 2 പ്രിന്റ് ചെയ്യും. ഓക്കെ, വീണ്ടും ഈ ഒരു കൗണ്ട് ഡൗൺ നടത്തുള്ള ഫംഗ്ഷനെ പാസ് ചെയ്യും. ഇവിടെ n - 1 എന്ന് വെച്ചാൽ 2 - 1 1 ആണ് വീണ്ടും പാസ് ചെയ്യുന്നത്. n 1 വരും, ഇത് വർക്കാവില്ല. വീണ്ടും പ്രിന്റ് എഫിൽ വരും, എന്ത് വരും, ഇവിടെ 1 പ്രിന്റ് ആയി. വീണ്ടും ഇതിൽ വരുമ്പോൾ 1 - 1 എന്ന് വെച്ചാൽ 0, കൗണ്ട് ഡൗൺ 0 എന്ന് വെച്ചാൽ ഇവിടെ n 0 ആയിട്ട് വരും. അപ്പം ഈ ഒരു കേസ് ഈ ഒരു ഇഫ് കണ്ടീഷൻ ട്രൂ ആവും. ഓക്കെ, അപ്പോൾ എന്ത് വരും, റിട്ടേൺ ചെയ്യും. ഫംഗ്ഷൻ ഇവിടെയാണ് റിട്ടേൺ ചെയ്യുന്നത്. അപ്പോൾ എന്ത് ചെയ്യും, ഈ ഒരു കോഡ് തീരും. ഓക്കെ, അങ്ങനെയാണ് ഈ ഒരു കോഡ് തീരുന്നത്. ഇതിനെയാണ് റിക്കർഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇതാ ഇവിടെ നമ്മൾ റൺ ചെയ്ത 5 4 3 2 1 എന്ന് പറഞ്ഞിട്ട് വർക്ക് ആയിട്ടുണ്ട്. ഓക്കെ, ഈ ഒരു വിധത്തിലാണ് റിക്കർഷൻ വർക്ക് ആകുന്നത്. അപ്പം ഈ ഒരു കാര്യമായിരുന്നു ഈ ഒരു റിക്കർഷന്റെ കാര്യത്തിൽ പറയാനായിട്ടുള്ളത്. ഓക്കെ, ഇപ്പോൾ ആ ഒരു കാര്യം കൂടി ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇത് മനസ്സിലാകാത്തതുകൊണ്ട് ഞാൻ ക്ലിയർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് പ്ലേ ബാക്ക് ചെയ്തിട്ട് ഒന്നുകൂടി വാച്ച് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ക്ലിയർ ആയിക്കോളും. അപ്പോൾ നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് കൊടുക്കാം. പിന്നെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണല്ലോ. ഓക്കെ, അപ്പോൾ അതിലേക്ക് കടക്കാം. ഇവിടെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ എന്നുകൊണ്ട് ഞാൻ മെൻഷൻ ചെയ്തിട്ടുള്ളത് ഇത് CPന്റെ അവസാന വീഡിയോ ആണ്. അതായത് C പ്രോഗ്രാമിന്റെ അവസാനത്തെ പാർട്ട് വീഡിയോ ആണ് ഈ ഒരു വീഡിയോ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം അതിനകത്ത് ഇപ്പോൾ ഇത് എൻഡ് ചെയ്യുമ്പം ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ മീൻസ് ഡിഫറെൻ്റ് ആയിട്ട് എന്നോട് ചോദിച്ചിട്ടുള്ള, അതായത് ഫൗണ്ടേഷൻ അല്ലെങ്കിൽ ഫ്യൂമിഗേഷൻ്റെ അകത്ത് എന്നോട് ഡിഫറെൻ്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ഞാനിവിടെ പറയുന്നത്, മെൻഷൻ ചെയ്യുന്നത്. ഓക്കെ, അത് ഒരു ക്വസ്റ്റ്യൻ ആണ് എന്നോട് ഡിഫറെൻ്റ് ആയിട്ട് ചോദിച്ചത്. ബാക്കി എല്ലാ ക്വസ്റ്റ്യനും ഞാനിപ്പോൾ ഓൾറെഡി ആൻസർ 4 പാർട്ടിലായിട്ട് തന്നിട്ടുണ്ട്. അതൊക്കെയാണ് മെയിൻ ആയിട്ട് CPയിൽ ചോദിച്ചത്. ഓക്കെ, പിന്നെ ഇതിലൊക്കെ കൂടാതെ ഒരു ഡിഫറെൻ്റ് ആയിട്ട് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ് ഡിഫറൻസ് ബിറ്റ്വീൻ വേരിയബിൾ ആൻഡ് ഡാറ്റ ടൈപ്പ്. ഓക്കെ, ഈ ഒരു ഡിഫറൻസ് ബിറ്റ്വീൻ വേരിയബിൾ ആൻഡ് ഡാറ്റ ടൈപ്പ് ആ ഒരു ക്വസ്റ്റ്യൻ ആണ് എന്നോട് ഡിഫറെൻ്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് രണ്ടും തമ്മിൽ എന്ത് ഡിഫറെൻ്റ് ഉള്ളതെന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. അത് വേരിയബിൾ എന്ന് വെച്ചാൽ ഒരു വാല്യൂ, എന്തെങ്കിലും വാല്യൂ നമുക്ക് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് വേരിയബിൾ. ഓക്കെ, അതായത് വേരിയബിൾ എന്ന് വെച്ചാൽ നമുക്ക് ഒരു ബോക്സ് എടുത്താൽ ആ ബോക്സ്, ഓക്കെ, ആ ബോക്സിനെ വിളിക്കുന്ന പേരാണ് വേരിയബിൾ. ഇവിടെ നമുക്ക് ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ എന്താ, ഇവിടുത്തെ കേസ് തന്നെ എടുത്താൽ സ്റ്റാർട്ട് എന്ന് പറഞ്ഞിട്ടുള്ളത് ഒരു വേരിയബിൾ ആണ്. ഓക്കെ, അതായത് സ്റ്റാർട്ട് എന്ന് പറഞ്ഞിട്ടുള്ള വേരിയബിളാണ് നമ്മളൊരു വാല്യൂ സ്റ്റോർ ചെയ്യുന്നത്. അതായത് എന്തെങ്കിലും കാര്യം നമ്മൾ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് ഈ ഒരു വേരിയബിൾ.
ഓക്കെ. ഇനി ഈ ഒരു സ്റ്റോർ ചെയ്തിട്ടുള്ള കാര്യം ഏത് ഡാറ്റ ടൈപ്പാണ്, അതിൻ്റെ ഉള്ളിൽ എങ്ങനത്തെ കണ്ടന്റ് ഇരിക്കുന്നത് എന്നുള്ള കാര്യം റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഡാറ്റ ടൈപ്പ്. അതായത് ഈ ഡാറ്റ ടൈപ്പ് എന്ന് വെച്ചാൽ ഇൻറ്റി, സ്ട്രിങ് അങ്ങനെ ഉള്ള ഡാറ്റ ടൈപ്പ്, വോയിഡ് ഒക്കെയാണ് ഡാറ്റ ടൈപ്പ് ആയിട്ടുള്ളത്. അതായത് ഈ ഒരു വേരിയബിളിന്റെ അകത്ത്, അതായത് ആ ബോക്സിന്റെ കാര്യം എടുത്താൽ ആ ബോക്സിന്റെ അകത്തുള്ള കാര്യം എന്താണെന്ന് മനസ്സിലാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, പുറത്തൊരു സ്റ്റിക്കർ ഒട്ടിക്കും. അതുപോലെ തന്നെയാണ് ഈ ഒരു ഇൻറ്റ് എന്ന് പറയുന്ന കാര്യം വരുന്നത്. ഓക്കെ, അതായത് ഡാറ്റ ടൈപ്പ് വരുന്നത്. അതായത് വേരിയബിൾ എന്താന്ന് വെച്ചാൽ എന്തെങ്കിലും വാല്യൂ നമുക്ക് സ്റ്റോർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ഈ ഒരു വേരിയബിൾ. ഓക്കെ, ഇനി ഈ ഒരു വേരിയബിളിന്റെ അകത്ത് എന്ത് ടൈപ്പ് കണ്ടന്റ് ആണ്, എന്ത് കാര്യമാണ് ആ വേരിയബിളിന്റെ അകത്തുള്ളതെന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ്, അത് കമ്പൈലറിന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഡാറ്റ ടൈപ്പ് എന്ന് പറഞ്ഞ കാര്യമുള്ളത്. ഓക്കെ, അപ്പോൾ അതാണ് ഈ ഒരു രണ്ടും തമ്മിലുള്ള ഡിഫറൻസ്. ഓക്കെ, അതായത് വേരിയബിൾ എന്ന് വെച്ചാൽ വേരിയബിൾ എന്ന് വെച്ചാൽ ഒരു വാല്യൂ നമുക്ക് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു വേരിയബിൾ അല്ല, ഒരു നെയിം. ഓക്കെ, എന്തെങ്കിലും കാര്യം നമുക്ക് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. ഓക്കെ, ഇനി ആ സ്റ്റോർ ചെയ്തിട്ടുള്ള കണ്ടന്റ് എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഡാറ്റ ടൈപ്പ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങളോട് ചോദിച്ചാൽ ഈ ഒരു വിധത്തിൽ തന്നെ ആൻസർ പറഞ്ഞാൽ മതി. ഇതും നിങ്ങൾക്ക് ഫസ്റ്റ് ടൈം കേൾക്കുമ്പോൾ തന്നെ മനസ്സിലായെന്ന് വരില്ല, 2-3 തവണ റീക്യാപ്പ് ചെയ്ത് കേട്ട് നോക്കുക. ഓക്കെ, അപ്പോൾ ഈ ഒരു കാര്യം കൂടിയായിരുന്നു ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കിയിട്ടുള്ളത്. അടുത്ത വീഡിയോയിലേക്ക് ഊപ്സ് തൊട്ടിട്ടാണ് തുടങ്ങുന്നത്. അതായത് ഇവിടെ മെയിനായിട്ട് സിന്റെ അകത്ത് ചോദിക്കുന്നത് 5-6 ക്വസ്റ്റ്യൻ CPന്റെ അകത്തും അതിനു വേണ്ടിയൊക്കെ ഈ ഒരു വീഡിയോ 4 പാർട്ടിലായിട്ട് കവർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇനി എന്ത് ചെയ്യുന്നുണ്ടാവും, അടുത്ത പാർട്ടിലേക്കാണ് പോകുന്നത്. അതായത് ഊപ്സിലേക്കാണ് അടുത്ത പാർട്ട് കൂടിയിട്ട് കിടക്കുന്നുണ്ടാകുക. ഊപ്സിലെ ക്ലാസ് എന്താണ്, പിന്നെ 4 പില്ലേഴ്സ് ഓഫ് ഊപ്സ്, അങ്ങനെ കണ്ട ടോപ്പിക്സ് ഫുള്ളും ഇതിൻ്റെ അകത്ത് അടുത്ത പാർട്ടായിട്ട് വരുന്നുണ്ടാവും. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യാം, നെക്സ്റ്റ് വീഡിയോ കാണാം നമുക്ക്. അപ്പോൾ വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നിയാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ, ടേക്ക് കെയർ, താങ്ക്സ് ഫോർ വാച്ചിങ്.